മുകേഷ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു മുകേഷ്. പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് മുകേഷ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇറങ്ങുകയാണ്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും മുകേഷ് വണ്ടിയിൽ തന്നെയാണ് മുകേഷ് കയറുന്നതെന്ന് തോന്നുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മുകേഷ് MLA പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാതി, അത് പക്ഷേ ലൈംഗിക അതിക്രമ പരാതിയാണ്. സിദ്ദീഖിന്റെ മുകളിൽ ബലാത്സംഗ പരാതിയല്ല. എന്തായാലും സിദ്ദീഖ് മുകേഷ് MLA ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അവരുടെ ഓഫീസിൽ കുറേ മണിക്കൂറുകളായി മുകേഷ് MLA ചോദ്യം ചെയ്യലിന് വിധേയമാവുകയായിരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയായ മുകേഷ് ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് കരുതാമോ? മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മുകേഷിന് അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന വാർത്തയാണ്. മുകേഷ് അറസ്റ്റിൽ എന്ന വാർത്ത തന്നെയാണ്. നേരത്തെ മുകേഷ് ഇറങ്ങി വരുമ്പോൾ പോലീസുകാർ അനുഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ സംശയം തോന്നിയതാണ്. അത് മുകേഷിന്റെ അറസ്റ്റ്, ഈ പരാതിയിൽ, ലൈംഗികാതിക്രമ പരാതിയിൽ മുകേഷിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കും. നടിയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് മുകേഷിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ രണ്ട് സംഭവവികാസങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർച്ചയിൽ എന്ന് ഉറപ്പായും പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർച്ചയിൽ മൊഴികളുടെ പലവിധ മൊഴികൾ, അല്ലെങ്കിൽ പലവിധ വെളിപ്പെടുത്തലുകൾ, പലവിധ പരാതികൾ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി മുകേഷിനെതിരെയുള്ള ഒന്നല്ല 2-3 പരാതികൾ. ഒരു പരാതിയാണത് പോലീസിലേക്കൊക്കെ പോയത്. ആ പരാതിയിൽ ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുകേഷ് അറസ്റ്റിലായിരിക്കുന്നു. ഒരുപക്ഷെ നടൻ സിദ്ദീഖ് അറസ്റ്റിലാവുന്നതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു വാർത്തയാണ് മുകേഷ് അറസ്റ്റിൽ എന്നുള്ള വാർത്ത. അറസ്റ്റിലാവുകയാണെങ്കിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ തുടങ്ങിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ അത് രാഷ്ട്രീയ ചർച്ചയാകാൻ പോകുന്നു. മുകേഷ് MLA ഇപ്പോൾ അറസ്റ്റിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുകേഷുമായി പോലീസ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. വൈദ്യപരിശോധനയാണ് ലക്ഷ്യം. ചോദ്യം ചെയ്യൽ ഏറെ മണിക്കൂറുകൾ നീണ്ടിരുന്നു. അപ്പോൾ തന്നെ ഒരു സംശയം, ഇത് അറസ്റ്റിലേക്കാണോ പോകുന്നത് എന്നൊരു സംശയം നീണ്ടിരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുകേഷുമായി പോലീസ് ആശുപത്രിയിലേക്ക് പോകുന്നു. ശ്യാംകുമാറും ശ്രീകാന്തും ചേരുന്നുണ്ട്. ശ്യാം, അറസ്റ്റ് എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിരുന്നതാണോ മുകേഷ്? എന്താണ് മുകേഷിന്റെ അടുത്ത നീക്കം? ശ്യാം. ശ്രീകാന്താണ്. മുകേഷുമായി പോലീസ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. വൈദ്യപരിശോധനയാണ് ലക്ഷ്യം. മുകേഷ് MLA ചോദ്യം ചെയ്യലാണ്. അത് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള ഒരു സൂചന ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നറിയില്ല. കാര്യം പരമാവധി സാവകാശത്തിൽ നീക്കങ്ങൾ എന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന സൂചനകൾ. അപ്പോൾ അത് കാരണം ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുന്ന മുകേഷിന്റെ ബാക്കി നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ എന്ന് അറിഞ്ഞു. പക്ഷേ ഇതിപ്പോൾ വളരെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുകേഷ് MLA ഈ ചോദ്യം ചെയ്യലിൽ നടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മുകേഷ് MLA അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ അത് രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉയർന്ന അറസ്റ്റ് തന്നെയാണ് മുകേഷിന്റെ അറസ്റ്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, മുകേഷിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? ഹഷ്മി, ഇതൊരു നടപടിക്രമം പൂർത്തിയാക്കലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മുകേഷിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു ഈ കേസിൽ. അതേ തുടർന്ന് വെളുപ്പിച്ചതനുസരിച്ചാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ മടങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട മുകേഷിന് ജാമ്യം അനുവദിച്ചതാണ്. വൈദ്യപരിശോധന ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധന നടത്തിയതിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തെ വിട്ടയക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ കോടതി നിർദ്ദേശപ്രകാരമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം.